നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ്. 2017 ഫെബ്രുവരി കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ചാണ് മലയാളത്തിലെ ഒരു പ്രമുഖ താരത്തെ, ഒരു നടിയെ അതിക്രൂരമായി ആക്രമിച്ചത്. അപ്പോൾ നാം ഈ പറയുന്ന കാര്യം നമ്മളെല്ലാം തന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ കേരള മനസ്സിനെ ഞെട്ടിച്ച ഈ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനമായി ഈ കേസ് അവസാനിക്കാനായി, ഈ കേസിൻ്റെ വിസ്താരം അവസാനിക്കാനായി അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ പോലീസ് സേനയിലെ ഒരു മികച്ച പോലീസ് ഓഫീസറായിരുന്ന, ഒരു വനിതാ പോലീസ് ഓഫീസറായിരുന്ന ആർ ശ്രീലേഖ IPS ആണ്. അപ്പോൾ ആർ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നു, ഈ ദിലീപ് എന്ന നടൻ ഈ കേസിൽ നിരപരാധിയാണ് എന്നും പോലീസ് കെട്ടിച്ചമച്ച കഥ ആണെന്നും അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. എന്തായാലും അതിജീവിത അവർക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകിയിട്ടുണ്ട്. അതായത് ഈ കേസിൻ്റെ വിസ്താരം ഏതാണ്ട് അവസാനിക്കാറാകുമ്പോൾ ഇത്തരത്തിൽ നാളിതുവരെ നടന്നു വന്ന കോടതി നടപടികൾക്ക് ഒരു വിലയും ഇല്ലാത്ത രീതിയിലുള്ള ഇതായിപ്പോയി ഇത്തരത്തിലുള്ള പ്രസ്താവന. ഈ കേസിൽ ദിലീപിന് അനുകൂലമായ രീതിയിലാണ് ഈ പറയുന്ന ശ്രീലേഖ സംസാരിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് കള്ള തെളിവുകൾ ഉണ്ടാക്കി എന്ന ആരോപണത്തിൽ മേലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് വളരെ നാളുകൾക്ക് മുമ്പാണ് ഇപ്പോൾ അവർ വീണ്ടും പറഞ്ഞതാണ്. ശ്രീലേഖ മറ്റൊരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ തൻ്റെ അവരുടെ നിലപാട് ആവർത്തിച്ചിരുന്നതാണ്. ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രസ്താവനകൾ ഇതിനെ നടത്തുമ്പോൾ അത് കോടതിയോടുള്ള അനാദരവെന്നാണ് അതിജീവിത പറയുന്നത്. അപ്പോൾ നാം ഇപ്പോൾ ഇതിവിടെ പറയുമ്പോൾ ദിലീപിന് അനുകൂലമായി ഒരു വനിത, ഒരു IPS ഉദ്യോഗസ്ഥ തന്നെ, അതിജീവിത, അതും മലയാളത്തിലെ ഒരു പ്രമുഖ നടിയാണ്, ആ കേസിൽ അവർ അനുഭവിച്ച മാനസിക വ്യഥ, അവർ നാളിതുവരെ എന്തെല്ലാം ഉണ്ടായോ, ഒരു നടി എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെ സമൂഹം അവരോടൊപ്പമായിരുന്നു. ഈ നടൻ മലയാളത്തിലെ അറിയപ്പെടുന്ന താരവും. ഏതായാലും ഈ കേസിൽ ഒന്നാം പ്രതിയായിരുന്ന പൾസർ സുനിക്ക് നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് ജാമ്യം തന്നെ ലഭിച്ചത്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു സ്ത്രീ കൂടെ വരുന്ന ആ സ്ത്രീയെ സംബന്ധിച്ച്, അതായത് ഒരു നടിയെ സംബന്ധിച്ച് ഒരു മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തിൽ അവരെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ ഇത് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം ഈ ദിലീപിൻ്റെ കേസ്, അതിൻ്റെ അന്തിമവാദം എറണാകുളം സെഷൻസ് കോടതിയിലാണ് അതിൻ്റെ വാദം നടക്കുക. ഏതായാലും ഈ നടിയെ ആക്രമിച്ച കേസിൽ ശ്രീലേഖ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ അതിജീവിത നൽകിയിരിക്കുന്ന പരാതി വിചാരണ കോടതിയിലാണ് ഇതിൻ്റെ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അന്തിമ വിധിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു വസ്തുത കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഈ കേസ് ഇത്രയും നാൾ ഇപ്പോൾ കോടതിയിൽ ഇരിക്കെ തന്നെ അതിൻ്റെ ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ ആ CD-യുടെ അത് കാണുന്നതിനുള്ള ഹാഷ്ടാഗ് വരെ മാറി, പലരും കണ്ടു എന്നൊക്കെയുള്ള രീതിയിൽ ആ നടിക്ക് ഒരുപാട് വിഷമതകൾ, അതായത് പീഡിപ്പിക്കപ്പെട്ടതിന് പുറമെ ഇത്തരത്തിൽ കൂടെ ആകുമ്പോൾ അവരിപ്പോൾ അതിജീവിത തന്നെ നേരിട്ട് രാഷ്ട്രപതിക്ക്, അതും നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി ഒരു വനിതയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതിക്ക് ദ്രൗപദി മുർമു
എന്ന വനിതയ്ക്ക് അവർ തന്നെ ഒരു നടി തന്നെ എൻ്റെ ഈ കേസിൽ എനിക്കൊരു തീർപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അവർക്ക്, അതായത് സുപ്രീം കോടതിക്കും മേൽ ആണ് നിൽക്കുന്നത് രാഷ്ട്രപതി എന്ന സ്ഥാനം. അപ്പോൾ അങ്ങനെ അവിടേക്ക് ആണ് ഇപ്പോൾ ഈ നടിയുടെ പരാതി പോയിരിക്കുന്നത്. ഏതായാലും ഏതാണ്ട് 2017 ആരംഭിച്ച കേസ് ഒരു അന്തിമ വിധി ഉണ്ടാകാതെ ഇങ്ങനെ നീണ്ടു പോയി. ഒരുപാട് സർക്കാർ ഈ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും പിന്നെ ഇരയ്ക്കൊപ്പമാണോ അതേ വേട്ടക്കാരനൊപ്പമാണോ എന്നൊന്നും തന്നെ നമുക്ക് കേരള സമൂഹത്തിന് മനസ്സിലാകാത്ത രീതിയിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒരു പാതി വഴിയിൽ അതിൽ ഈ പറയുന്ന പിന്നെ പീഡനത്തിനും അതിക്രൂര പീഡനത്തിനും അടിച്ചമർത്തലിനും ഒക്കെ ഇരയായ നിരവധി താരങ്ങൾ പരാതി നൽകിയത് അതും എങ്ങും എത്തിയിട്ടില്ല. അതിനും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് അവരും ആ അന്വേഷണവും എങ്ങും എത്താതെ നിൽക്കുന്ന ഈ അവസരത്തിൽ അതിജീവിത ഇത്തരത്തിൽ IPS ഉദ്യോഗസ്ഥയ്ക്ക് എതിരെയും അവർക്ക് ഇതിൽ അവരുടെ ഈ കേസിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നാൾ വഴിയിൽ നീണ്ടുപോയി താൻ അനുഭവിച്ച മാനസിക വ്യത എങ്ങനെയെങ്കിലും ഇതിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് അവർ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന് ഇത്തരത്തിൽ ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ കത്ത് നൽകിയിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ എന്താണ് നടപടി എന്നൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശ്രീലേഖ IPSനെതിരെ നൽകിയിരിക്കുന്ന ഹർജി കൊച്ചിയിൽ വിചാരണ കോടതിയിലായിരിക്കും കേസ് എത്തുക. ഈ ദിലീപ് എന്ന നടനെ സംബന്ധിച്ച് ദിലീപ് പ്രതിയായി വന്നിരിക്കുന്ന ഈ കേസ് പൾസർ സുനി ജയിലിൽ അതായത് ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഈ കേസിന്റെ അന്തിമ വിധിയിൽ ഇത് എന്തായി തീരും എന്ന് കേരളം ഉറ്റു നോക്കുകയാണ്. ഏതായാലും സത്യം അറിയണമെന്ന് തന്നെയാണ് കേരള സമൂഹം ആഗ്രഹിക്കുന്നത്. നമുക്കതിനായി കാത്തിരിക്കാം. ഞാൻ 100% വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നത്തെ DGPയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, എല്ലാവരോടും ഈ കാര്യം പറയുകയും ചെയ്തു. അന്ന് ഞാൻ ആദ്യമായിട്ട് സംശയം പ്രകടിപ്പിച്ചു. ഇതിൽ ഈ അറസ്റ്റിനകത്ത് എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സാർ. സാർ ഇതൊന്ന് ശരിക്കും അന്വേഷിക്കാമോ? കാരണം പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിന് ശേഷം, ആ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വിപിൻലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല? ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപും വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന്. ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി. ഞാൻ പറഞ്ഞ ശരി ഫോട്ടോഷോപ്ഡ് ആണോ? കേസ് 2017 നടന്ന കേസ് ട്രയലിൽ വന്ന് തീരാറായി. 22 ആദ്യമൊക്കെ ആയപ്പോഴേക്കും ഈ കേസ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തി. കുറച്ചുപേരെ ശിക്ഷിക്കും, പക്ഷേ ഈ വലിയ ഒരു പ്രതി ദിലീപ് എന്ന് പറയുന്ന പ്രതിയെ ശിക്ഷിക്കാനായിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്നിരിക്കെ പെട്ടെന്ന് വേറൊരു കേസ് പൊങ്ങി വരികയാണ്. അതും ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന ഒരു കാര്യം പറയുന്നു, അത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നു. വീണ്ടും ഒരു ഗൂഢാലോചന, വീണ്ടും പഴയ കേസ് അന്വേഷിക്കാൻ സമയം, അത് വേറൊരു കേസ് അതിൻ്റെ പുറകെ വരുന്നു. അതിന് കുറേ എന്താണ് ഈ ഫിഗ്മെന്റ്സ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒക്കെ എടുത്ത കുറേ സംഭാഷണങ്ങൾ അത് വലിയ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതിന് റെക്കോർഡ് ചെയ്ത ഒരു ലാപ്ടോപ്പ് ഇല്ല, ഫോണില്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ലാതെ കുറേ സംഭാഷണ ശകലങ്ങൾ. അവസാനം എത്ര നാളാണ് ഇത് ആളുകളെ പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ രീതിയിൽ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സാക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സാക്ഷിയുടെ ഒപ്പിട്ട് വാങ്ങിക്കാറില്ല. അത് അൺസൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നോ വിറ്റ്നസ് ക്യാൻ ടേൺ എ വിറ്റ്നസ് അഗൻസ്റ്റ് ഹിംസെൽഫ് എന്നുള്ള ഒരു എവിഡൻസ് ആക്ടിൽ പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പോലീസ് അന്വേഷണത്തിന് സാക്ഷികളുടെ ഒപ്പ് സാക്ഷിമൊഴിയിൽ വാങ്ങിക്കാറില്ല. അതിനകത്ത് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് എഴുതുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്തു, മൊഴി വായിച്ച് കേൾപ്പിച്ചു, അത് ശരിയെന്ന് ഇന്നയാൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അടിയിൽ ഒപ്പിടുന്നത്, അല്ലാതെ സാക്ഷിയല്ല. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മൊഴി എങ്ങനെയും എഴുതാം, സാക്ഷി പറയുന്നത് പോലെ എഴുതണം എന്നില്ല. പോലീസിന്റെ പ്രോസിക്യൂഷൻ സാക്ഷികളായിട്ടുള്ള ഇത്രയും ആളുകൾ
ഹോസ്റ്റൈലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് എഴുതിയ മൊഴികളിൽ ഭൂരിഭാഗവും തെറ്റായിട്ട് എഴുതി ഉണ്ടാക്കിയ മൊഴികളാണ് എന്നാണ് അത് കാണിക്കുന്നത്.